ബ്രഹ്മചാരിണി ദേവി നവദുർഗയിലെ രണ്ടാം രൂപം. നവരാത്രി ഉത്സവത്തിൽ രണ്ടാം ദിവസം ആരാധിക്കുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി. ബ്രഹ്മം എന്നാൽ തപസ്, ചാരിണി എന്നാൽ പിന്തുടരുന്നവൾ. അങ്ങനെ കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക് ഈ പേര് ലഭിച്ചു. ശിവനെ തന്റെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി പാർവതീദേവി സ്വീകരിച്ച കഠിനമായ തപസ്സിന്റെ രൂപമാണിത്. ദേവിയുടെ രൂപം. ബ്രഹ്മചാരിണി ദേവിയെ ഒരു വെളുത്ത സാരി ധരിച്ച രൂപത്തിലാണ് ചിത്രീകരിക്കാറ്. വലതുകൈയിൽ ജപമാലയും ഇടതുകൈയിൽ കമണ്ഡലവും തീർത്ഥപാത്രമുണ്ടാകും. ജപമാല തപസ്സിന്റെയും ധ്യാനത്തിന്റെയും പ്രതീകമാണ്. കമണ്ഡലം വിശുദ്ധിയും ആത്മനിയന്ത്രണവും സൂചിപ്പിക്കുന്നു. ഈ രൂപം ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. കഠിനമായ തപസ്സിന്റെ കഥ. ശിവനെ ഭർത്താവായി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ പാർവതീദേവി കഠിനമായ തപസ്സു തുടങ്ങി. ഹിമാലയത്തിലെ ദുർഘടമായ സ്ഥലങ്ങളിൽ ദേവി വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചു. ആദ്യത്തെ 1000 വർഷം കായ്കനികളും പൂക്കളും മാത്രം ഭക്ഷിച്ച് ദേവി തപസ്സു ചെയ്തു. പിന്നീട് 100 വർഷം നിലത്തു വീഴുന്ന ഇലകൾ മാത്രം കഴിച്ച് തപസ്സു തുടർന്നു. ഒടുവിൽ ദേവി ഭക്ഷണവും വെള്ളവും പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഈ കഠിനവ്രതത്തിന്റെ പേരിൽ ദേവിക്ക് അപർണ എന്ന പേരും ലഭിച്ചു. ദേവിയുടെ ഈ കഠിനവ്രതത്തിൽ ത്രിമൂർത്തികൾ പോലും അത്ഭുതപ്പെട്ടു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ തപസ്സിൽ സംപ്രീതനായി എന്നും ശിവൻ തന്നെ ദേവിയെ വിവാഹം കഴിക്കുമെന്നും വരം നൽകി. ആരാധനയുടെ